வேற ஒரு இடத்துல சில பேர் நம்மளை பிடிக்காத சில பேர் நதியில கல்லெறிஞ்சு விளையாடுவாங்க. நதி பாட்டுக்கு போயிட்டே இருக்கு. அந்த நதிதான் இருப்பாங்க நம்மளோட வாழ்க்கையும். நம்மளை வணங்குனரும் இருக்காங்க, நம்மளை வரவேற்கணும் இருக்காங்க, நம்மளை எதிர்க்கணும் இருக்காங்க. நம்ம வேலை நம்ம செம்மையா கடமையா செஞ்சுக்கிட்டு அந்த நதி மாதிரி போயிட்டே இருக்கணும். Kill them with your success, bury with your smile. കാശില്ല, സ്നേഹമില്ല. വേട്ടന്റെ കയ്യിരിക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിൽ നിങ്ങളെ കച്ചവടം. അതൊരു കലയല്ലേ? അതിന് കല്ലിനൊരു കാര്യണ്ടാ? തപ്പന്റെ കരിവാണ് മോനെ, നീ കച്ചവടം പഠിപ്പിക്ക. സാറേ, ഇവിടെയുള്ള മക്കം കള്ളപ്പേരിലാണ്. ഒരാൾക്ക് തന്നെ 4-5 പേരിലുണ്ട്. അപ്പൊ നമ്മൾ മയിലാൻകുട്ടി ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അവർ ഇമാരെ കൂടുതൽ ആരും ആവാമല്ലോ. സാറേ, എന്റെ അഭിപ്രായത്തില് ഒരു ലോഡ് പോലീസുകാർ തോക്കുമായി വന്നിട്ട് എക്കത്തെ പിടിച്ചിട്ട് വേണം. കാരണം മൊത്തം ക്രിമിനൽസ് ആണ്. അപ്പൊ നമ്മള് ഒരു ലോഡ് പിടിയിട്ടാ പുള്ളിയുടെ പിടിച്ചു ആവും. നിങ്ങളുടെ പറമ്പൊന്നും അല്ലല്ലോ, പിന്നെ എന്താ ഇത്ര പ്രശ്നം? നിന്റെയും പറമ്പൊന്നുമല്ലല്ലോ, ഏക്കാക്കൂടെ അടിച്ച് പൊട്ടിച്ചളഞ്ഞ. ഇവിടുത്തെ പണി കഴിയുമ്പോഴത്തെ ഇങ്ങനെ സ്ലാബ് എടുത്ത് പോടാൻ നിനക്ക് എത്ര സമയം വേണം? അവിടെ ഞാൻ പൊട്ടനാണെന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണം? മോനെ ഭീമ, 2 കല്ലെടുത്ത് വെക്കാൻ പറഞ്ഞപ്പോ നീ ഇവിടെ കൊണ്ടിട്ട് വാർത്ത് വെച്ചല്ലേ? ഒരു കേസ് കൊടുത്ത് നാട്ടുകാരെ വഴി മൊത്തം കൂട്ടിക്കാൻ എനിക്ക് അറിയാൻ മേലിഞ്ഞിട്ടല്ല. കൊസ്തേപ്പ് തീരുമാനിക്കുമ്പോൾ നടന്ന് പോയാ മതിടാ നീയൊക്കെ. നീ പറയാൻ സത്യമാണെങ്കിൽ ഇനി 500 3 മക്കളേ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറഞ്ഞവനെ ആ മാവിൻ്റെ ചുവട്ടിൽ വെട്ടി കുഴിച്ചു മുടിഞ്ഞ. നീ പറയുന്ന നുണയാണെങ്കിലോ അപ്പോഴും 500 3 മക്കളേ ഉള്ളൂ. അവന് പകരം വെട്ടി കുഴിച്ചു മുട നിന്നെ ആയിരിക്കും. നിന്നെ